In this session, we will be seeing the basics of HTML. We will start with creating a very simple page. So the first line is we are specifying the type of the document. So it is HTML. So we will be putting it in angle brackets. അപ്പം HTML ആണെന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ HTML കൊടുക്കുന്നത്. Then there is a tag called HTML. All the content is between this HTML tag. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് ടാഗ് കൊടുക്കണം. അത് ക്ലോസ് ചെയ്യുമ്പം സ്ലാഷ് ഇട്ടിട്ട് HTML എന്ന് കൊടുക്കും. സോ ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് വി ആർ ക്ലോസിങ് ദാറ്റ് പർട്ടിക്കുലർ ടാഗ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ കണ്ടൻറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ HTML താഴെ നമ്മൾ കൊടുക്കുന്നത് ഹെഡ് ടാഗാണ്. ഹെഡ് സ്പെസിഫൈസ് നമ്മുടെ ബ്രൗസറിൽ വരുന്ന ഡീറ്റെയിൽസാണ് ഹെഡ് ടാഗിൽ കൊടുക്കുന്നത്. അതൊരു ഹെഡർ പോലെയാണ്. ഇത് കണ്ടൻറ്റിൽ വരില്ല, ബ്രൗസറിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ബ്രൗസർ ഈ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ടൈറ്റിൽ ടാഗ് കൊടുക്കും. ദിസ് ഈസ് ഷോൺ ഇൻ ബ്രൗസർ ടൈറ്റിൽ. വെബ് ബ്രൗസർ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിലിൽ ഈ ടാഗ് നമുക്ക് കാണാൻ പറ്റും. ഈ ടാഗിൻ്റെ അകത്ത് കൊടുത്തിട്ട് കണ്ടൻറ്റ്, അതായത് ദിസ് ഈസ് ഷോൺ ഇൻ ബ്രൗസർ ടൈറ്റിൽ എന്ന് പറഞ്ഞ് നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ ഹെഡറിലായിരിക്കും ഇത് കാണുന്നത്, വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റിലായിരിക്കില്ല. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ ടാഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ താഴെ കാണുന്ന വൈറ്റ് പോർഷനിലാണ് നമ്മുടെ കണ്ടൻറ്റ് വരുന്നത്. ആ പോർഷനിൽ നമ്മുടെ ടൈറ്റിൽ ഞാനിവിടെ എഴുതിയത് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ബ്രൗസർ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്ത് എഴുതേണ്ടത്. ഇനി അതിൻ്റെ അകത്ത് വരുന്നതാണ് ബോഡി ടാഗിൻ്റെ അകത്ത് എന്താണോ എഴുതുന്നത് ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ അവർ പേജ്. അപ്പം ബോഡി ടാഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതുന്നോ അത് നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. ഞാനിവിടെ വെറുതെ ഹലോ വേൾഡ് എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹലോ വേൾഡ് എന്ന് നമുക്ക് പേജിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. യു ക്യാൻ സീ ദാറ്റ് ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലൈനിൽ എഗെയിൻ ഹലോ വേൾഡ് എന്ന് ഞാൻ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കണ്ടൻറ്റ് നമുക്ക് അടുത്ത ലൈനിൽ ഞാനിവിടെ എഴുതിയെങ്കിലും അത് സെയിം ലൈനിലാണ് വന്നിരിക്കുന്നത്. അതായത് മാർക്കപ്പ് ലാംഗ്വേജിൽ നമുക്ക് പുതിയൊരു ലൈനിൽ വരണമെങ്കിൽ നമ്മൾ അതിനുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് അത് എഴുതേണ്ടത്. അപ്പം സാധാരണ നമ്മുടെ കണ്ടൻറ്റ്, ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് നമ്മൾ പാരഗ്രാഫായിട്ട് തിരിക്കും. അപ്പോൾ നമുക്ക് പാരഗ്രാഫിന് വേണ്ടി ടാഗ് ഉണ്ട്. അതിൻ്റെ ടാഗിൻ്റെ പേര് പി എന്നാണ്. അപ്പം പി ടാഗ് സ്റ്റാർട്ട് ചെയ്യും, പി ടാഗ് എൻഡ് ചെയ്യും. അപ്പോൾ /p കൊടുത്തു. അങ്ങനെയാകുമ്പോൾ ഹലോ വേൾഡ് എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഹലോ വേൾഡ് വന്നു. അത് കഴിഞ്ഞ് പാരഗ്രാഫ് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ /p എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എൻഡ് ചെയ്യും. അപ്പോൾ ഒരു ന്യൂ ലൈൻ ഇടും. അത് കഴിഞ്ഞ് അതിന് ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് എഗെയിൻ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതും പാരഗ്രാഫിൽ ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഒരു പി ടാഗ് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പി ടാഗ് എൻഡ് ചെയ്യുകയും വേണം. അപ്പം സ്റ്റാർട്ട് ചെയ്ത ടാഗ് നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടി / വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഇതിൻ്റെ അകത്തൊരു ലൈൻ ബ്രേക്ക് വേണമെന്ന് നോക്കുക. ഈ ലൈൻ ബ്രേക്ക് വേണമെങ്കിൽ BR എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. BR എന്ന് പറയുന്ന ടാഗ് സെൽഫ് ക്ലോസിംഗ് ആണ്. കാരണം അതിൻ്റെ അകത്ത് വേറൊരു കണ്ടൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് ഒറ്റ ടാഗാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടാഗുകൾ നമ്മൾ BR ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗ് ആയതുകൊണ്ട് BR എന്ന് എഴുതി ഒരു / ഇടും. / കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇന്നത്തെ HTML ഫയലുകളിൽ നമ്മുടെ ബ്രൗസർ / കൊടുത്തില്ലെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഹലോ വേൾഡ് ഒരു പാരഗ്രാഫ് ഉണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ എഗെയിൻ ഉണ്ട്. എഗെയിൻ കഴിഞ്ഞിട്ട് ഒരു ലൈൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പം എഗെയിൻ കഴിഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് പുതിയ ലൈനിലാണ് വരുന്നത്, ഹലോ വേൾഡാണ്. അപ്പോൾ ബ്ലാങ്ക് ലൈൻ വരുന്നില്ല. ലൈൻ ബ്രേക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ബ്രേക്കാണ് ഇത് ഇടുന്നത്. അത് സെൽഫ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് അതിന് സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ഇല്ല. സെൽഫ് ക്ലോസിംഗ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടാഗിൻ്റെ പേര് കഴിഞ്ഞിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു / പ്രൊവൈഡ് ചെയ്യും. ഇനി എനിക്ക് വേണമെങ്കിൽ അതില്ലാതെയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ് പുതിയ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഹലോ വേൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ സെക്കൻഡ് പാരഗ്രാഫിലും കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. 2 പാരഗ്രാഫാണ് എനിക്കുള്ളത്. അപ്പം നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 പാരഗ്രാഫായിട്ട് വന്നിട്ടുള്ളത് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പല ടാഗുകൾ പോസിബിളാണ്. ഇപ്പം എനിക്ക് കുറച്ച് സ്ട്രോങ് എന്ന് പറയുന്നൊരു ടാഗുണ്ട്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് കുറച്ച് ബോൾഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാനിത് സ്ട്രോങ്ങിൽ ആക്കുവാണെങ്കിൽ അത് സ്റ്റാർട്ടിങ് സെൽഫ് ക്ലോസിംഗ് അല്ല, അത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണം. അപ്പോൾ ഞാനത് സ്ട്രോങ് സ്റ്റാർട്ട് ചെയ്തു, സ്ട്രോങ് എൻഡ് ചെയ്തു. അപ്പം ഒരു പർട്ടിക്കുലർ പോർഷൻ അങ്ങനെ എനിക്ക് വേണമെങ്കിൽ സ്ട്രോങ് മോഡിലോട്ട് ചെയ്യാൻ പറ്റും യൂസിങ് ദ ടാഗ് സ്ട്രോങ്. ഇങ്ങനെ പല ടാഗുകൾ HTML സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം HTML5 റെഫറൻസ് ഡോക്യുമെൻറ്റ് W3യുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാഗുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ ദ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് 4.3ൽ. അതിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല ടാഗുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ടൈറ്റിൽ നമ്മൾ കണ്ടതാണ്. ടൈറ്റിൽ എലമെൻറ്റ് റെപ്രസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ടൈറ്റിൽ ഓർ നെയിം ആൻഡ് ഷുഡ് പോലെ ടൈറ്റിൽ എലമെൻ്റ് ഉണ്ട്, ലിങ്ക് ഉണ്ട്, അങ്ങനെ പല ടാഗുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷനിൽ പോയാൽ മതിയാവും. അപ്പോൾ ഹെഡ്, ടൈറ്റിൽ, ബേസ്, അങ്ങനെയുള്ള പല അവൈലബിൾ ആയിട്ടുള്ള ടാഗ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് ദ ബേസിക്സ് ഓഫ് അറേഞ്ചിങ് എ വെബ് പേജ് യൂസിങ് ദ HTML.